ഫ്രണ്ട്സ്, കിയ ക്ലോത്തിങ് സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മളൊരു മസ്ലിന്റെ സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. കളർ ചേഞ്ചിൽ വരുന്ന 4 ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല കുറച്ച് വെറൈറ്റി കളേഴ്സിലാണ് ഇന്ന് നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന വലിയ മെറ്റീരിയൽസ് ആണ്. നമുക്കൊരു 4XL 5XL വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഒരു മസ്ലിന്റെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. മസ്ലിനിൽ തന്നെ നമുക്ക് പല പല കാറ്റഗറിയിലുള്ളത് കിട്ടും. പക്ഷെ നമ്മൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ കൊണ്ടുവരാറുള്ളൂ. അപ്പൊ അങ്ങനെ ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലും ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്ലേസ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മണ്ണാർക്കാടാണ്. അപ്പൊ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. പേയ്മെന്റ്സ് ഒക്കെ ഓൺലൈൻ ത്രൂ ആണ്. DTDC വഴി, ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ കൊറിയർ ചെയ്യും. ഇനി നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് പോവാം. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് കണ്ടുനോക്കാം. ഫസ്റ്റ് വൺ നമുക്കൊരു ചിക്കു ഷെയ്ഡിൽ വന്നിട്ടുള്ള സെറ്റ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കു ഷെയ്ഡിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. നമുക്ക് ചിലവർക്ക് എങ്ങനെയാണെന്ന് അറിയാം, നമുക്ക് ഈ ഒരു മസ്ലിന്റെ സെറ്റിൽ വരുമ്പോൾ ഒരുപാട് കളർ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത്. കാരണം ഓവറായിട്ട് കളറും കാര്യങ്ങളും നമുക്ക് ഇതിൽ തോന്നില്ലല്ലോ. നല്ല ചെറിയ ചെറിയ പ്രിന്റുകളിലാണ് ഇതിന് ബോഡി പോർഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഒരു വർക്ക് കാര്യങ്ങളെന്നൊക്കെ പറയാനുള്ളത്, ഈ ഒരു നെക്കിന്റെ പോർഷനിൽ വരുന്ന ഈ ഒരു ചെറിയ വർക്കും സ്റ്റോൺ വർക്കും ചെറിയൊരു പ്രിന്റിൽ, അതും നമുക്ക് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിലാണ് ഇതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി സ്ലീവിന്റെ പോർഷൻ ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു 4XL 5XL വരെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ എൻഡിലോട്ട്, ഇതിന്റെ ഒരു ഡാമനിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു വർക്കും കാര്യങ്ങളും നമുക്കൊരു കുറച്ച് മുകളിൽ നിന്നേ ഇങ്ങനെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും എൻഡിലായിട്ട് ഇതുപോലുള്ള ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറുകളിലാണ് ഈ ഒരു പ്രിന്റുകളൊക്കെ വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് സെറി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും അവൈലബിൾ ആണ്. ഇതിന്റെ ബോട്ടം വരുന്നത് ഇതേപോലെ തന്നെ സെയിം ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോട്ടാണ്. ഇനി ബാക്ക് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈനിങ്ങും അതേപോലെ ഇതും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞ പോലെ തോന്നുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ വരുന്നത് ഇങ്ങനെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ മേൽഭാഗം ഇതുപോലെ പിരിഞ്ഞതുപോലെ തോന്നുന്നുണ്ടാവും. അതിൽ അറ്റാച്ച് ആയിട്ട് വന്നുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രിന്റുകളാണ് നമുക്ക് ബാക്ക് പോർഷനിൽ വന്നിട്ടുള്ളത്. സെയിം പ്രിന്റ് തന്നെ ഫ്രണ്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ സെറി വർക്കും അതേപോലെ സ്റ്റോൺ വർക്കും പുറകിൽ അവൈലബിൾ ആവില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നമുക്ക് ഏകദേശം ഒരു 49 ഇഞ്ചോളം ടോപ്പിന്റെ ലെങ്ത് കിട്ടുന്നുണ്ട്. ഇനി ഇതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം മസ്ലിനിലെ സോഫ്റ്റ് മസ്ലിനിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. അതും 2.25 മീറ്ററോളം വരുന്നുണ്ട്. അത്യാവശ്യം വീതി ഇന്നുള്ള ഒക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല അടിപൊളി പ്രിന്റുകളിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് 1795 ആണ്. ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഓൾ ഓവർ കേരള. ഔട്ട് ഓഫ് കേരള നമുക്ക് ചെറിയൊരു ചാർജ് ഷിപ്പിങ്ങിനായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളെ പെരുന്നാളിന്റെ കളക്ഷൻസ് നമുക്ക് ഇപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ മസ്ലിനിലാണ് ആദ്യം വീഡിയോസ് ഒക്കെ തുടങ്ങാന്ന് വിചാരിക്കുന്നത്. ഏകദേശം നമുക്കൊരു അടുത്തെത്തുമ്പോൾ നമുക്ക് ഹാൻഡ് വർക്കിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ നമ്മൾ മസ്ലിനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ തന്നെ ഒരു 3 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷെ എന്നാലും ഈ ഒരു ഐറ്റംസ് ഓരോന്നും ഓരോ കളറിലും ഓരോ വിധത്തിലായിരിക്കും. അപ്പോൾ ഓഫ് വൈറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആ മറ്റേതിൽ കണ്ട പോലെ തന്നെ ഫസ്റ്റ് ആ ഒരു സെയിം ഫീച്ചേഴ്സ് ആണ് എല്ലാത്തിലും വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഓരോ കളറിലും വരുമ്പോൾ ഓരോ ഭംഗിയായിരിക്കും. അപ്പൊ നമുക്ക് ഓഫ് വൈറ്റിൽ വരുന്നൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നെക്കിന്റെ പോർഷൻ വന്നിട്ടുള്ളത്. നമുക്കൊരു 4XL 5XL വരെയൊക്കെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നല്ല ലെങ്തി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണിത്. ഇനി ഇതിന്റെ ഡാമനിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ്. നല്ലൊരു കളറിലാണ് ഇതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓഫ് വൈറ്റിനോട്ട് മാച്ച് ആയിട്ട് പോകുന്ന പ്രിന്റുകളാണ് ഫുള്ളായിട്ട് ഇതിന്റെ ഡാമനിലും പോയിട്ടുള്ളത്. പിന്നെ നമുക്ക് സെറി വർക്കും അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റോൺ വർക്കും കൂടെ ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. പ്രിന്റ് ആണെന്നുണ്ടെങ്കിലും പുറകുവശത്ത് വരുന്ന പ്രിന്റ് ഫുള്ളായിട്ട് നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്ന പ്രിന്റ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പുറകുവശത്തും വന്നിട്ടുള്ളത്. 49 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത്. ഇനി ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള മസ്ലിനിൽ തന്നെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഫുള്ളായിട്ട് മസ്ലിന്റെ പ്രിന്റുകളിലാണ് വന്നിട്ടുള്ളത്. അത് നല്ല സോഫ്റ്റ് മസ്ലിനില്
ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. 1795 ആണ് പ്രൈസ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്. എല്ലാ ഐറ്റവും ഇതിന്റെ ഓരോ ഐറ്റം കാണിച്ചതിന് ശേഷം ഞാനതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കണതാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും എൻഡിലായിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് കാണിക്കാം, എങ്കിലേ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ തന്നെ വേറെ 2 ഷെയ്ഡും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിക്കാം. നെക്സ്റ്റ് നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ജെറ്റ് ബ്ലാക്കിലല്ല, നല്ലൊരു ഗ്രേ ടച്ചിക്ക് വരുന്ന ഒരു ബ്ലാക്ക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഓരോ ഷെയ്ഡിലും ഓരോ വിധത്തിലാണ് ഈ ഒരു വർക്കും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവുണ്ടാവും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. നിങ്ങൾ ആ ഫസ്റ്റ് കണ്ട ഷെയ്ഡത്തെ പോലെയല്ല രണ്ടാമത് കണ്ടതിലത്തെ പോലെയല്ല ഈ ഒരു ബ്ലാക്കിൽ വരുമ്പോൾ ഓരോന്നിലും നമുക്ക് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടാവും. ഈ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ ഓരോന്നിലും ഓരോ വിധത്തിലാണ് എനിക്ക് കാണുമ്പോൾ പേഴ്സണലി തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അതിനായിരിക്കും തോന്നുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെ നെക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ പ്രിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതേപോലെ സ്ലീവിന്റെ പോർഷൻ സൈഡിലായിട്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. 49 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ഡാമനിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഓരോ ഷെയ്ഡിനോടും മാച്ച് ചെയ്യുന്ന വിധത്തിലാണ് ഡാമനിലുള്ള ഓരോ പ്രിന്റിന്റെ ഷെയ്ഡും വന്നിട്ടുള്ളത്. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ ഒരു സെറ്റിന്റെ ഫുൾ ആയിട്ടുള്ളതും പോയിട്ടുണ്ട്. അതുപോലെ ബോട്ടം വന്നിട്ടുള്ളത് സെയിം ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടാണ്. അത്യാവശ്യം മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ബോട്ടം സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഈ ദുപ്പട്ടയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. 2.25 മീറ്ററോളം വരുന്നുണ്ട്. ഫുൾ ആയിട്ട് മസ്ലിനിൽ വന്നിട്ടുള്ള പ്രിന്റുകളാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സെന്റർ പോർഷനിൽ ഫുൾ ആയിട്ട് നമ്മൾ ബോഡിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രിന്റുകളും അതേപോലെ തന്നെ ഇതിന്റെ ഒരു 4 സൈഡിലായിട്ടും നമ്മൾ ഡാമനിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രിന്റുകളാണ് വന്നിട്ടുള്ളത്. 2.25 മീറ്ററോളം വരുന്നുണ്ട്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. 1795 ആണ്. ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഓൾ ഓവർ കേരള. ഔട്ട് ഓഫ് കേരള ചെറിയൊരു ഷിപ്പ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്കൊരു കളറും കൂടെ അവൈലബിൾ ആണ്, അത് കൂടെ കണ്ടു നോക്കാം. നെക്സ്റ്റ് നമുക്കൊരു ബ്ലൂ ടച്ചിക്കും അതുപോലെ തന്നെ ഒരു പിസ്ത ഗ്രീൻ്റെ ഒരു ടച്ചിക്കും അങ്ങനെ ഒരു മിക്സിലൊരു ടച്ചിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് കാണിക്കാനുള്ള എക്സാക്ട് കളർ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് കാണുമ്പോൾ എങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഒരു ബ്ലൂ ടച്ച് വരുന്നുണ്ട്, അതേപോലെ പിസ്ത ഗ്രീൻ്റെ ഒരു ടച്ചും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൽ വരുമ്പോഴുള്ള ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാത്തിലും ഈ ഒരു 4 ഷെയ്ഡിലും ഈ ഒരു പ്രിന്റുകൾ ഉണ്ടല്ലോ നല്ല പോലെ ഇണങ്ങുന്നതാണ് കേട്ടോ. 4ലും നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു പ്രിന്റും വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ നെക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ബോഡി പോർഷൻ നിങ്ങൾ കണ്ടതാണ്. ഇനി നമുക്ക് ഡാമനിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റാണ് ഡാമനിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ബോട്ടാണെന്നുണ്ടെങ്കിൽ സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടാണ്. 49 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. അതേപോലെ നമുക്കൊരു 4XL 5XL വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിന്റെ ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിലും കണ്ട പോലെ തന്നെ നല്ല സോഫ്റ്റ് മസ്ലിനിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ദുപ്പട്ടേന്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഫുള്ളായിട്ട് പ്രിന്റുകളല്ല, നമുക്ക് സെന്റർ പോർഷനിൽ ഫുള്ളായിട്ട് ബോഡിയിൽ വരുന്ന ഒരു പ്രിന്റുകളും ദുപ്പട്ടന്റെ 2 എൻഡിലോട്ട് വരുമ്പോൾ കുറച്ച് പ്രിന്റുകൾ വലുതായിട്ടുള്ളതുമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല സോഫ്റ്റ് മസ്ലിനിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. 1795 രൂപയാണ് പ്രൈസ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഓൾ ഓവർ കേരള. നിങ്ങൾക്ക് ഇഷ്ടമായ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ കാണുന്ന 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കോൾ ചെയ്യരുത്, വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയ്ക്കായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.